പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. അതിനിടയിൽ ഒരുപാട് മരങ്ങൾക്കിടയിൽ നല്ല ശുദ്ധമായി കിട്ടുന്നൊരു സ്ഥലത്താണ് രണ്ട് വാഹനങ്ങൾ വിശേഷങ്ങൾ പരിചയപ്പെടുത്താൻ വന്നായിരുന്നു. അതിനിടയിൽ വേറെ കാര്യം ശ്രദ്ധിച്ചത്, ഒരു തെങ്ങിൻ്റെ അടിയിൽ മൊത്തം മെലോണിക് വാട്ടർ ബോട്ടിലുകൾ. ശരിക്കും ഇത്തരത്തിലുള്ള വാട്ടർ ബോട്ടിലുകൾ ശരിക്കും ഒരു വേസ്റ്റ് ബിൻ, നമുക്കൊരു വേസ്റ്റ് ബിൻ എന്നുള്ളൊരു സംഭവം ഇതുപോലത്തെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. ഓരോരോ വാട്ടർ ബോട്ടിലുകൾ നമ്മുടെ എന്ത് ചെയ്യും, ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഒറ്റയേറാം. ശരിക്കും ഇതിലേക്ക് ഒരു പ്രോപ്പർ വേസ്റ്റ് ബിൻ സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കുടിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തേക്ക് കറച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രകൃതിയെ നമുക്ക് ഒന്നും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. മൊത്തം നോക്കുന്ന സമയത്തൊക്കെ ഫുൾ മെലോണിക്കിൻ്റെ ബോട്ടിൽ മാത്രം, മെലോണിക്കാണ് നന്നായിട്ട് ഹൈലൈറ്റ് ഈ ഏരിയയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഇതിന് മനസ്സിലാകുന്നത്. അപ്പോൾ എനിവേ ഒരിക്കലും ഇത് ഇടാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ സാധനം കണ്ടു, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിടാൻ പാടില്ല. നമ്മളത് തിരിച്ചെടുത്തിട്ട് നമ്മളത് നമ്മുടെ വാഹനത്തിനകത്ത് വെക്കുന്നു. നമ്മുടെ വാഹനത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മൾ അതിനായ ഒരു വേസ്റ്റ് ബിന്ന് ഉണ്ടാവും. ആ വേസ്റ്റ് ബിന്നിൽ നമുക്ക് കൊണ്ടുപോയിടണം. കാരണം ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനമാണ്. ഇത് പൊറുക്കാൻ നിന്ന് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം ഒരെണ്ണം നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാസ്റ്റിക് ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വേസ്റ്റ് ബിന്നിൽ നമ്മൾ നിക്ഷേപിക്കുക. എന്നെപ്പോലെ നാളെ നിങ്ങളും ശ്രദ്ധിക്കുക. ഒരു അടിപൊളി സിയാസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2015 മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വെറും 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള VXi+ എന്ന വേരിയൻറ്റിൽ നിൽക്കുന്ന വാഹനം. VXi+ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനമാണ്. 1.3 ലിറ്റർ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. KL 5862 ഫാൻസി നമ്പറൊക്കെ വന്നിട്ടുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, ഓട്ടോ ക്ലൈമറ്റ് AC, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്നു. ഒരു അടിപൊളി സീറ്റ് വർക്ക് അതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയർ ഭാഗം, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ വന്നിട്ടുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു കവറിംഗ് പൊസിഷനാണ്. കാരണം ലെതർ ടൈപ്പ് കൊണ്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് വെറും 5,40,000 രൂപയ്ക്ക് 5 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഉള്ള ഒരു വാഹനം കൂടിയാണ്. സഡാൻ സെഗ്മെൻറ്റിൽ നോർമൽ റണ്ണിംഗ് ഉള്ളവർക്ക്, പെട്രോൾ എഞ്ചിൻ ആവശ്യക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇനി ഒരു ഡീസൽ എഞ്ചിൻ നിൽക്കുന്ന ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ഹ്യുണ്ടായിൻ്റെ i20 കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലേക്ക് 2014 മോഡലിൽ നിൽക്കുന്ന സ്പോർട്സ് എന്ന വേരിയന്റിൽ നിൽക്കുന്ന വാഹനം. സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഡയലക്ട് റണ്ണിംഗ് ലാമ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ ഫോൾഡിംഗ് വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന 1.4 CRDI എഞ്ചിനിൽ നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം. KL 07 എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. വൈറ്റ് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനം. വേറെ അപാകത റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു 16, 17, 18 വരെ ഡീസലിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം ഉള്ള മെയിൻ്റെനൻസ് താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഡീസൽ എഞ്ചിനിൽ സാധാരണക്കാർക്ക് പറ്റിയുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,50,000 രൂപയ്ക്ക്. ക്യാമറമാൻ പതിയെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ എന്തെങ്കിലും പുറകുന്ന് വരുന്നുണ്ടോ നോക്കിയാൽ അല്ലെ കാട്ടുപോത്തോ ആനോ മയിലോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് പെട്ടെന്ന് പേടിച്ച് പോയി. ക്യാമറമാൻ്റെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ 4,50,000 രൂപയ്ക്ക് ഈ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഡീസൽ എഞ്ചിൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഹ്യുണ്ടായിൻ്റെ i20 എന്ന വാഹനം, പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന സഡാൻ സെഗ്മെൻറ്റ് സിയാസ് എന്ന വാഹനം സ്റ്റോക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് കുപ്പി അത് എനിക്ക് വേണ്ടിയിട്ട് എടുക്കുക, വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി. താങ്ക് യു.